പുഷ്പ 2 സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുന്റെ ജാമ്യാപേക്ഷയ്ക്കിടയിൽ ചർച്ചയായി റയീസ് എന്ന ബോളിവുഡ് സിനിമ. തന്റെ കക്ഷിക്ക് വേണ്ടി അല്ലുവിന്റെ അഭിഭാഷകനാണ് ഈ ഷാരൂഖ് ചിത്രം തെലങ്കാന ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആദ്യം അല്ലു അർജുനെ 14 ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് നടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്ന് ആരാധകർക്ക് നേരെ ഷാരൂഖ് തന്റെ കുപ്പായം വലിച്ചെറിഞ്ഞതാണ് തിക്കും തിരക്കുമുണ്ടാകാൻ കാരണം. അന്നും ഒരാൾ മരിച്ചിരുന്നു. ഇവിടെ അല്ലു അർജുൻ വരുന്നുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. ആരും ഒന്നും ചെയ്തില്ല. പോലീസ് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയില്ലെന്നും നടന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ആദ്യ സംഭവത്തിൽ ഷാരൂഖ് വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞപ്പോൾ അത് സ്വന്തമാക്കാൻ വേണ്ടിയാണ് തിക്കും തിരക്കുമുണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാദത്തിനൊടുവിൽ കോടതി അല്ലു അർജുന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. വലിയ ജനപ്രീതിയുള്ള നടൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് 4 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഈ മാസം 4-നാണ് പുഷ്പ 2 പ്രീമിയർ ഷോ നടക്കുന്നതിനിടയിൽ ഉണ്ടായ അപകടത്തിൽ രേവതി എന്ന യുവതി കൊല്ലപ്പെട്ടത്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുൻ എത്തിയപ്പോഴുണ്ടായ തിക്കിലും തിരക്കിലുമാണ് അപകടമുണ്ടായത്. ഇവരുടെ മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പോലീസിനെ വിവരം അറിയിക്കാതെയാണ് നടൻ സ്ഥലത്തെത്തിയതെന്നാണ് അല്ലുവിനെതിരെ ഉയരുന്ന പ്രധാന ആരോപണം. തുടർന്ന് നടനും തിയേറ്റർ ഉടമകൾക്കുമെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. തനിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള അല്ലുവിന്റെ ഹർജി നിലവിൽ തെലങ്കാന ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.